സ്നേഹേ. ബിജുവേട്ടനോ? എന്തേ ഇതുവഴി എന്നെ പോലെ നടക്കാൻ തുടങ്ങിയതാണോ? ഇല്ല, ആ ശീലമൊന്നും എനിക്കില്ല. അപ്പോ എങ്ങടേക്കെങ്കിലും പോവാണോ? അല്ല, ഒരാളെ തപ്പി വന്നതാണ്. ആരെ? നിന്നെ തന്നെ. ഒരു കാര്യം ചോദിക്കണമായിരുന്നു. ഞാൻ ഇങ്ങടേക്ക് ഇറങ്ങിയപ്പോ ബിജുവേട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കണ കണ്ടതാണല്ലോ. അപ്പോ വീട്ടിൽ വെച്ച് ചോദിക്കാറില്ലേ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോണേന്ന്. അല്ല, എന്താ ബിജുവേട്ടൻ ഒരു ഗൗരവം പോലെ? അതിന്റെ കാരണം നീ തന്നെയാണ്, നിന്റെ ചുറ്റിക്കളി. അപ്പോ ബിജുവേട്ടന് എന്തോ സംശയം ഉണ്ടല്ലോ. മനസ്സിലാവണുണ്ടോ സ്നേഹേ? ഏത് ചുറ്റിക്കളിയെ പറ്റിയിട്ടാണ് ഏട്ടൻ ചോദിക്കാൻ വന്നത്? ഓഹോ, അപ്പൊ നിനക്ക് ഒരുപാട് ചുറ്റിക്കളി ഉണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. എന്നിട്ട്? അല്ല, ഒന്നുമില്ല. പക്ഷെ സമ്മതിച്ചു പോയല്ലോ സ്നേഹേ. അബദ്ധം ഞാൻ ഈ പറയണത് ശരിക്കും പെട്ടൂലോ. ഇങ്ങടേക്ക് നോക്ക്. എന്തേ? നിനക്ക് എത്ര വയസ്സായി? 18 കഴിഞ്ഞു. മൊട്ടേന്ന് വിരിയണേന് മുമ്പ് ലൈൻ അടിക്കാൻ തുടങ്ങിയില്ലേ? ആരാ ബിജുവേട്ടനോട് പറഞ്ഞത്? അശ്വിനാണെങ്കില്? അശ്വിൻ എന്തേ കാട്ടിയത്? എന്നോട് പറഞ്ഞത് ആരോടും പറയണ്ടെന്നാണല്ലോ. അപ്പൊ ഞാൻ ഊഹിച്ചത് തന്നെയല്ലേ? എന്നുവെച്ചാ? അശ്വിൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനും രഘു ഊഹിച്ചു. ഇപ്പൊ പറഞ്ഞതോ? ഞാൻ നേരിട്ട് അങ്ങോട്ട് ചോദിക്കണോന്ന് ഇരിക്കട്ടെ, നീയും അശ്വിനും തമ്മിലുള്ള ബന്ധം എന്താന്ന് നീ എന്തായിരിക്കും പറയാൻ പോണേ? ചേട്ടാ, ഞങ്ങൾ ഒരേ കോളേജിൽ പഠിക്കുന്നവര്, അതുകൊണ്ട് കാണാറുണ്ട്, ഞങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പാണ്, അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? ആയിരിക്കോ? ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളഞ്ഞ വഴിയിൽ ചോദിച്ചത്. എന്നാലും പറ്റിച്ച് ചോദിക്കണ്ടായിരുന്നു. അതെ, ഈ കള്ളത്തരം ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും പൂട്ടണം, അല്ലെങ്കിൽ ഉള്ളത് പറയില്ല. ബിജുവേട്ടാ പ്ലീസ്, ഇതാരും അറിയരുത്. പക്ഷെ അറിഞ്ഞു പോയില്ലോ. ആരൊക്കെ അറിഞ്ഞു? ഞാനും രഘുവും, അല്ലാണ്ടാരാ? രഘുവേട്ടനും അറിഞ്ഞോ? ഇനിയിപ്പോ എന്തുട്ടാ ചെയ്യാ? കൂടുതൽ അറിയണം, അത്ര തന്നെ. അറിയാണ്ട എല്ലാം സൂത്രത്തിൽ ചകഞ്ഞെടുത്തിട്ടാണ് കൂടുതൽ അറിയണം എന്ന് പറഞ്ഞ് വന്നിരിക്കണത്. എനിക്കറിയേണ്ട പ്രധാനമായിട്ട് ഒരു കാര്യമാണ്, നിങ്ങൾ സീരിയസ് ആണോ? കല്യാണം കഴിക്കുവോ? കഴിച്ചോളാം. എന്തുട്ടാണ് ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടി കഴിച്ചോളാന്ന് പറയണ പോലെ പറയണത്? അല്ല, കഴിക്കും. എന്താ ഉറപ്പ്? അശ്വിൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, അതന്നെ. അവൻ പറ്റിക്കുമെങ്കിലോ? ഇല്ല, അതുകൊണ്ടല്ലേ അശ്വിൻ പറഞ്ഞിരിക്കണേ സ്വന്തം കാലിൽ നിൽക്കണവരാരും അറിയണ്ട, അത് കഴിഞ്ഞാലൊരു ധൈര്യമൊക്കെ ആവൂലോന്ന്. എന്ന് വെച്ചാ അത് കഴിഞ്ഞാൽ എന്തു ആവാല്ലേ? അങ്ങനെയല്ല, എന്നാലും സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാല് എതിർത്താലും എവിടെയെങ്കിലും ഇറങ്ങി പോവാലോന്ന്. ആഹാ, അപ്പൊ നീ ഒളിച്ചോടുവല്ലേ? ഓടുവന്ന്? ഇല്ല, പക്ഷേ. എന്ത് പക്ഷേ? അശ്വിൻ വിളിച്ചാൽ ഞാൻ പോവും. എന്തുട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടാണ്, അതുകൊണ്ട് ഞാൻ അശ്വിൻ വിളിച്ചാലും പോവും. അപ്പൊ ഞങ്ങൾ കെട്ടിച്ചു തന്നാലോ? എന്നാലും ഞാൻ പോവും. എന്താ പറഞ്ഞേ? ഞങ്ങള് കെട്ടിച്ചു തന്നാലോന്ന്. കെട്ടിച്ചു തരുവോ? എനിക്കൊന്ന് ആലോചിക്കണം. താങ്ക് യു ചേട്ടാ. ചാൻസ് ഒന്നും വേണ്ട, തൽക്കാലം ഞങ്ങൾ രണ്ടുപേരെ അറിയുള്ളൂ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനത് അങ്ങടേക്ക് പറയാൻ വരികയായിരുന്നു. എന്തുട്ട്? വേറെ ആരോടും പറയണ്ടെന്ന്. അയ്യടാ, ആള് കൊള്ളാലോ. അല്ല, ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കണേ? ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ അപ്പൂനെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴോ 8-9 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി. ഇപ്പോഴും എന്റെ മനസ്സിൽ നീ പഴയ പെറ്റിക്കോട്ടിട്ട കുട്ടി തന്നെയാണ്. അത് ഇത്രയും വളർന്നല്ലോ എന്ന് ആലോചിച്ചപ്പോഴേ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അത് ശരിയാണ് കേട്ടാ, കാലം വളരെ വേഗത്തിലാണ് ഇപ്പൊ പോണതേ. ആദ്യം വൈകാതെ ഏട്ടന്റെ മോൻ അരുണും വളർന്നൊരു ലൈനൊക്കെ അടിച്ചെന്നിരിക്കും. എന്തുട്ട്? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. കാലം എത്ര മുന്നോട്ട് പോയാലും നീയൊക്കെ എനിക്ക് കുട്ടികൾ തന്നെയാണ്, അതുകൊണ്ട് അധിക പ്രസംഗം വേണ്ടാട്ടാ. ഇവനെ കൂട്ടിയിരുന്നോ? പിന്നെ ഇവനെ പാഠം കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ നിന്റെ ചേച്ചി അപ്പു സംശയിക്കില്ലേ? അതും ശരിയാണ്. അപ്പൊ ഏട്ടൻ ചേച്ചിയോട് പറയില്ലല്ലോ അല്ലേ? എന്താ പറയില്ലാന്ന് പറയണത്? അച്ഛൻ ചേട്ടന്റെ കാര്യ? അത് നിനക്കറിയോ? മഞ്ജുനും ഐശുനും അറിയാമെങ്കിൽ പിന്നെ എനിക്കറിയില്ലേ? അശ്ശോ, കുട്ടിയോട് കൊളാക്കുവോ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവര് നിങ്ങളെക്കാളും പഠിച്ച കള്ളരാണ്. എന്താണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവൻ പാഠം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നീ വൈകുന്നേരത്തെ നടത്തം മുടക്കണ്ട, കഴിഞ്ഞിട്ട് വന്നാ മതി. പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് തീരുമാനിക്കൂട്ടാ. അതിനു മുമ്പ് ചാടിക്കേറി ആരോടും പറയാൻ നടക്കണ്ട. പിന്നെ വേറൊരു കാര്യം. എന്തൊരു ഷോപ്പിങ്! കുറച്ച് ലൈസൻസ് ആയിന്ന് കരുതി പാർക്കിലോ ബീച്ചിലോ ഒക്കെ കറങ്ങി നടന്നു എന്ന് അറിഞ്ഞാല്. ഇല്ല, അങ്ങനെ അധികം കറങ്ങാറില്ല.
പഠിത്തം ഉഴപ്പരുത്. ഒട്ടുമില്ല. നോക്കട്ടെ ഇതൊക്കെ എങ്ങനെയാണ് നിന്റെ അച്ഛനോടും അമ്മയോടും അവതരിപ്പിക്കണം എന്നുള്ളത്. വാ മോനെ, നടന്നോളൂ. അപ്പൊ സ്നേഹച്ചിട്ടേന്റെ അശ്വിൻ ചേട്ടന്റെയും കാര്യമൊക്കെ ഏകദേശം ഒരു തീരുമാനമായി എന്നാ തോന്നണേ. പക്ഷെ അപ്പുവെച്ച് അറിഞ്ഞ എങ്ങനെയാവും അറിയില്ല കേട്ടാ. പാര വെക്കുവോ ആവോ. എന്തായാലും ഇവരുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്ന് ഹായ് പറയാല്ലേ. ഹായ് റിഥ, ഫാത്തിമ, സുഖല്ലേ? കുഞ്ഞിക്കാട്ടൂന് ഇഷ്ടാവണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ. പിന്നെ ലൈക്കും ഷെയറും.